എൻ്റെ പേര് പ്രവീൺ. ഞാൻ തിരുവനന്തപുരം വഞ്ചൂർ സ്വദേശിയാണ്. ഞാൻ നേരത്തെ ടെലിവിഷൻ, TV, റേഡിയോ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു 10-17 വയസ്സായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോലും അറിയാതെ അവരുടെ കൂടെ കൂടി സിഗരറ്റ് വലി ആദ്യമായി സ്റ്റാർട്ട് ചെയ്തു. അന്നൊരു വളരെ വിമിഷ്ടമുള്ള ഒരു സ്വഭാവമായിരുന്നു. എനിക്കത് ഹാബിറ്റാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. പിന്നെ ഒത്തിരി നാൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞപ്പോൾ തനിയെ ഞങ്ങൾ ഹാബിറ്റായി. പിന്നെ അതില്ലാണ്ട് ഒരു ജീവിതം ഇല്ല എന്നൊരു സ്റ്റൈലിലോട്ട് പോലും മാറിപ്പോയി. രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു സിഗരറ്റ്, കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഒരു സിഗരറ്റ്, അത് കഴിഞ്ഞ് അതിനിടയിൽ ചായ കുടിക്കും, വർക്കിൻ്റെ ഇടയിൽ സിഗരറ്റ്, പിന്നെ ഊണ് കഴിഞ്ഞാൽ സിഗരറ്റ്. അങ്ങനെയുള്ളൊരു ഹാബിറ്റ്. രാത്രി ഉറങ്ങുന്നവരെ അങ്ങനെ ഒരു ശീലത്തിലോട്ട് നമ്മൾ പോലും അറിയാണ്ട് അത് ബ്ലഡിലങ്ങ് ആയിപ്പോയി. TV, VCR അന്ന് റിപ്പയറിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള ഇതായിരുന്നു. ഈ ഓരോ കമ്പൗണ്ട്സ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ ചിന്തിക്കുന്നതെല്ലാം സിഗരറ്റ് വഴിയാണ്. നമ്മൾ അത് എന്തെങ്കിലും എങ്ങോട്ടാണ് അടുത്ത കംപ്ലയിൻറ്റ്, എങ്ങനെ നോക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അറിയാണ്ട് അങ്ങ് ചിന്തിക്കുന്നത്. പിന്നെ അത് കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയാണ്ട് അതിൻ്റെ ഒരു സുഖം, ആ കംപ്ലയിൻറ്റ് തീർത്തല്ലോ എന്നുള്ളൊരു ആശ്വാസം കണ്ടെടുത്തുന്നത് സിഗരറ്റിലായിരുന്നു. വൈഫ് എപ്പോഴും പറയാറുണ്ടായിരുന്നു സിഗരറ്റ് വലിയ മതിയാക്കണമെന്ന്. കാലങ്ങൾ കഴിഞ്ഞ് മോൻ ജനിച്ചു. അപ്പോഴും വൈഫ് പറയുമായിരുന്നു ഇത് മോന് വളരെ കേടാണ്, മതിയാക്കണമെന്ന്. അതും നടന്നില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മോൻ അറിയരുത് അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്ന് അറിയരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പല പ്രാവശ്യം ഞാൻ നിർത്താൻ ശ്രമിച്ചു, നടന്നില്ല. പത്രത്തിൽ RCCയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, സിഗരറ്റ് വലിയ സ്മോക്കിങ്ങിനെതിരായിട്ട് കൗൺസിലിംഗ്. അങ്ങനെ ഒരു പരസ്യം വന്നപ്പോൾ ഞാൻ അന്ന് രാവിലെ RCC പോവുകയും, ഞാൻ വിചാരിച്ച ഒത്തിരി പേരവിടെ ഉണ്ടാവും RCCയിൽ. അതുകൊണ്ട് വളരെ നേരത്തെ ഞാൻ ഒരു 8 മണിക്ക് മുമ്പ് തന്നെ ഞാൻ RCCയിലെത്തി. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും പരസ്യം കണ്ടില്ലെന്നോ അറിയില്ല. എന്തായാലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വളരെ കാര്യമായിട്ട് അവർ സ്വീകരിച്ച് അകത്തിരുത്തി ഫോട്ടോയൊക്കെ എടുത്തു. ഡോക്ടർ ജയകൃഷ്ണൻ, അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് തന്നു. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു ആൽബം തന്നെ എന്നെ കാണിക്കുകയും സിഗരറ്റ് വലി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചും ഫോട്ടോസ് ഒത്തിരി ക്യാൻസറിനെ കുറിച്ചും എല്ലാം ഒത്തിരി പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് വീണ്ടും പുതിയൊരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ്. 10-20 ദിവസം കഴിഞ്ഞപ്പോൾ RCCയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, നിങ്ങളെങ്ങനെ സിഗരറ്റ് വലി കുറഞ്ഞോ, നിർത്തിയോ? ഞാൻ പറഞ്ഞില്ല, പഴയ പോലെ തന്നെയാണ്. അവർ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പോയി, പിറ്റേ ദിവസം പോയി. അവർ വീണ്ടും കൗൺസിലിംഗ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് എനിക്കൊരു മനസ്സിലൊരു സ്പാർക്കുണ്ടായി. കാരണം എന്ന് വെച്ചാൽ അവരെന്നെക്കാളും കൂടുതൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും എനിക്ക് തോന്നി അവരുടെ ഒരു രീതിയിൽ. പക്ഷേ അന്നും ഞാൻ സിഗരറ്റ് വലിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ സിഗരറ്റ് നോക്കിയപ്പോൾ സിഗരറ്റ് ഇല്ല. അന്ന് രാവിലെ ഞാൻ തീരുമാനമെടുത്ത് ഇന്നു മുതൽ ഞാനിത് വലിക്കില്ല. ഇന്ന് എനിക്ക് സിഗരറ്റിൻ്റെ സ്മെല്ല് പോലും എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമേ അല്ല. പലരും എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, പണ്ട് സിഗരറ്റ് വലിച്ചിരുന്ന ആളല്ലേ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ? പക്ഷേ എനിക്ക് എന്തുകൊണ്ടോന്നറിയില്ല, എനിക്ക് ആ സിഗരറ്റിൻ്റെ സ്മെല്ല് പോലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒരിക്കലും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ നമ്മൾ 5 മണിക്ക് നടക്കാൻ പോകണമെന്ന് വിചാരിച്ച് ഒരു അലാം വയ്ക്കുകയാണെങ്കിൽ, പൊതുവേ നമുക്കെല്ലാം ഉള്ള ശീലമാണ് 4 മണിക്ക് ഒരു അലാം വെച്ചിട്ട് അലാം കേൾക്കുമ്പോൾ വീണ്ടും ഒന്ന് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൂടെ കിടന്നിട്ട് പോകാമെന്ന്. പക്ഷേ അത് 100% നടക്കത്തില്ല. നമ്മളറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. അലാം കേട്ട ഉടനെ എഴിച്ചാൽ അത് നടന്നു. അതുപോലെ തന്നെയാണ് ഈ റെസൊല്യൂഷൻ. ഇതും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ മതിയാക്കുക, എന്നാൽ മാത്രമേ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ.